പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളോടുകൂടി ഓണഫലങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടി പോകുന്നത്. വിവോട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓണഫലങ്ങളിലേക്ക് കടക്കാം. ഇത് ലാസ്റ്റ് ഓണഫലമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റ് നക്ഷത്രക്കാർ ഓണഫലങ്ങൾ കിട്ടണമെങ്കിൽ പ്രീവിയസ് വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മതി എന്ന് കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പൂരുരുട്ടായ നക്ഷത്രക്കാരെ കുറിച്ചാണ്. പൂരുരുട്ടായ നക്ഷത്രക്കാരുടെ ഓണഫലം വളരെയധികം വ്യത്യസ്തപ്പെട്ടതാണ്. പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ രണ്ടുപേർക്കും വിപുലമായ സ്വഭാവങ്ങളാണ് പൂരുരുട്ടായ നക്ഷത്രക്കാർക്കുള്ളത്. ഇവർക്ക് നരൻ എന്നുള്ളതാണ് ഇവരുടെ ദൈവം, അതായത് ഒരു മനുഷ്യൻ തന്നെയാണ് ഇവരുടെ ദൈവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് ഓരോരോ സ്വഭാവങ്ങൾ ഇങ്ങനെ മൂഡ് ചേഞ്ച് ആവുന്നതനുസരിച്ച് മാറുന്ന ഒരു സ്വഭാവ രീതിയാണ് പൂരുരുട്ടാതിയിലുള്ളത്. ഇത് ഈ പൂരുരുട്ടാതിയിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുക. കാരണം വെച്ചാൽ ഓണഫലമാണ് ആഘോഷവേളകളിലെല്ലാം പൂരുരുട്ടാതിപ്പെട്ട സ്ത്രീകൾക്ക് തീർച്ചയായും അവിടെ വിളങ്ങാനും അവരുടെ കലാപരമായ കാര്യങ്ങൾ പുറത്തെടുക്കുവാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ്. മാത്രമല്ല ഒരുപാട് ബന്ധുക്കളുടെ സ്നേഹങ്ങളും കാര്യങ്ങളും അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവരുടെ സ്നേഹങ്ങളും ഒക്കെ കിട്ടാനായിട്ട് പൂരുരുട്ടാതിപ്പെട്ട സ്ത്രീകൾക്കൊക്കെ പ്രത്യേക ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണേലും അവരുടെ സ്നേഹങ്ങളും കാര്യങ്ങളും എല്ലാം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. സ്വന്തമായി ഭവനമില്ല എന്ന് പറയുന്ന ഒരു കുറവ് മിക്കപ്പോഴും പൂരുരുട്ടാതിപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കാറുണ്ട്. ആ ഒരു പ്രശ്നം പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സാമ്പത്തികമായി ഇവരുടെ കയ്യിൽ എപ്പോഴും സമ്പത്ത് കാണും. അത് പൂരുരുട്ടാതിപ്പെട്ട സ്ത്രീകളുടെ കയ്യിലൊരു ഭാഗ്യമാണ്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഓണസമയം മറ്റു കാര്യങ്ങൾ ആഘോഷങ്ങൾ ഏതായാലും ഇവർക്ക് എപ്പോഴും സുഹൃത്തുക്കളും തൊട്ട് എല്ലാവരും ഇവരെ വിളിക്കാനും പറയാനും ഒക്കെ ഉണ്ടാകും. പക്ഷേ പുരുഷന്മാരുടെ കാര്യങ്ങൾ നേരെ വിപരീതമാണ്. പുരുഷന്മാർക്ക് സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ മാത്രമേ ഇവർക്ക് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുകയുള്ളൂ. ഭവനത്തിൽ തന്നെ ഇരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായും ഇവർക്ക് കുത്തുവാക്കുകളും അവഗണനകളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പൂരുരുട്ടാതിപ്പെട്ട പുരുഷന്മാരാണെങ്കിൽ ദൂരദേശ യാത്ര, അതായത് ഇവിടുന്ന് കേരളം വിട്ട അന്യ സംസ്ഥാനത്തേക്ക് ട്രെയിൻ മുഖാന്തരമോ മറ്റ് എന്തെങ്കിലും വാഹനം മുഖാന്തരമോ യാത്ര ചെയ്യേണ്ടതായി വരുന്ന അവസ്ഥയായിരിക്കും മിക്കപ്പോഴും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പുരുഷന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷ സമയത്ത് മറ്റ് ബന്ധുക്കൾ കൂടുന്ന സമയത്തേക്ക് അവിടേക്ക് ഒരു ഗസ്റ്റായിട്ട് വരേണ്ട അവസ്ഥയാണ് പുരുഷന്മാർക്ക് ഉണ്ടാകുന്നത്. വന്നെങ്കിൽ തന്നെയും തീർച്ചയായും മറ്റുള്ളവരുടെ മൈൻഡ് കുറവും അതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളും ജോലി കാര്യങ്ങളെ പറ്റിയുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹത്തിലേക്ക് വരാനായിട്ട് മടി തോന്നുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതിപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ. ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഇവർക്കെപ്പോഴും താല്പര്യം. പരിചയമില്ലാത്ത കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷങ്ങൾ ആഘോഷിച്ച് തീർക്കുകയാണ് സാധാരണ പൂരുരുട്ടാതിപ്പെട്ട പുരുഷന്മാരെല്ലാവരും ചെയ്യുന്നത്. ഇത് തീർച്ചയായും ഇവരുടെ പ്രായം 18 മുതൽ 28 വയസ്സ് വരെ ആണെങ്കിൽ പേടിക്കേണ്ട. 28 വയസ്സിന് മുമ്പോട്ട്, അതായത് 28 മുതൽ പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പ്രായം 30 അങ്ങനെ മുകളിലോട്ട് പോകുന്ന പ്രായക്കാർക്കാണ് ഇത്തരം കഷ്ടതകൾ വരുന്നത്. വളരെ ചെറുപ്പമാണെങ്കിൽ കുഴപ്പമില്ല, ഭവനത്തിലുള്ള ആളുകളോടൊപ്പം സന്തോഷകരമായി തീരും. പക്ഷേ മുന്നോട്ട് പോകും തോറും സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, ബന്ധുക്കളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്ത്രീകൾക്ക് ഈ പ്രശ്നമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. പുരുഷന്മാർക്ക് ഈ ഒരു പ്രശ്നം വളരെയധികം രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം ഭവനത്തിൽ നിന്ന് ഇവർക്ക് യാതൊരുവിധ ലാഭങ്ങളും ലഭിക്കാറുമില്ല പുരുഷന്മാർക്കെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമല്ല. പൂരുരുട്ടാതി നക്ഷത്രം മുന്നോട്ട് ഒരുപാട് ജയിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇവരെ ഭവനത്തിൽ നിന്ന് മാറ്റുന്നത്. ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന അവസ്ഥയല്ല അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതായത് ജലാശയം ഒഴുകുന്ന പോലെ മുന്നോട്ട് ഒഴുകാനായിട്ടാണ് പൂരുരുട്ടാതിപ്പെട്ട പുരുഷന്മാരെ നിയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഘോഷവേളകൾ പരിചയമുള്ളവരോടൊപ്പം ആയിക്കോട്ടെ പരിചയമില്ലാത്തവരോടൊപ്പം ആയിക്കോട്ടെ ഒറ്റയ്ക്കായിക്കോട്ടെ എന്താണെങ്കിലും വളരെ സങ്കടപ്പെടാതെ തന്നെ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാരണം അമിതമായി ആഘോഷവേളകളിൽ ഉണ്ടാകുന്ന വാക്കുതർക്കത്തേക്കും വഴക്കേലൊക്കെ നല്ലത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ആഘോഷിക്കുന്ന ആഘോഷമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടും നല്ല അനുഭവം തന്നെയാണ് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് പറയാൻ പറ്റും. പുരുഷന്മാരാണ് സ്ത്രീകളാണ് പുതിയ മേഖലകളിലുള്ളവരെ പരിചയപ്പെടാൻ, സമാന തൊഴിൽ മേഖലകളിലുള്ളവരെയോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ സഹായത്തിന് ഉതകുന്നതായ ആളുകളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ജോലിയിൽ ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യത്തിലുള്ള സാമ്പത്തികമായി ഉയർച്ചയും ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുറേയധികം വ്യത്യാസമുണ്ട്. പുരുഷനാണെങ്കിലും സ്ത്രീയാണേലും കർക്കശമായ നിലപാടെടുക്കുന്ന ആളുകളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ. സ്ത്രീകളാണ് കൂടുതൽ മുൻപന്തിയിലേക്ക് പോകുന്നത്. പുരുഷന്മാർ കായികപരമായ കാര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. സ്ത്രീകൾ കലാപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ പുരുഷന്മാർ ഉത്രട്ടാതിൽപ്പെട്ടവർ കായികപരമായ കാര്യങ്ങളിലേക്ക് പോകും. പുരുഷന്മാർക്ക് ഉള്ള കായികമായ ശക്തി, ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കായിക ശക്തി എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് സ്പോർട്സ് മേഖലകളിലാണ് ഇവരുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നത്. ശാരീരികപരമായ മറ്റ് അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഒന്നും ഇവർക്ക് മിക്കപ്പോഴും ചെറുപ്പകാലത്ത് ഉണ്ടാകാറില്ല. എങ്കിലും മുന്നോട്ട് പോകുന്ന കാലത്ത് ഇവർക്ക് ഉണ്ടാകാറില്ല. രോഗങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇവർക്കൊരു വിഷയമല്ല.
രോഗങ്ങൾക്ക്, ചെറിയ രോഗങ്ങൾക്ക് പോലും മരുന്നുകൾ കഴിക്കുന്ന ഇവർക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. അനാവശ്യമായി മരുന്നുകളോ ഗുളികകളോ മറ്റു സാധനങ്ങളോ ഉപയോഗിക്കുന്ന ആളുകളുമല്ല ഉത്രട്ടാതി നക്ഷത്രക്കാർ. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ പുരുഷന്മാർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഘോഷ വേളകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം രസകരമാണ്, വളരെ സന്തോഷകരമാണ്. മാത്രമല്ല ധാരാളം ഗ്രഹങ്ങളിൽ ചെല്ലുക, ധാരാളം സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി എന്ന് പറയുന്നത്. കായികമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം കഴിവുള്ളതുകൊണ്ട് അത്തരം കലാപരമായ മേഖലകളിലും ഇവർ ഈ ഒരു സമയത്ത് വളരെയധികം മികവ് പുലർത്തുകയും ആ ഒരു കാര്യത്തിലൂടെ പ്രശസ്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു യോഗം ഉത്രട്ടാതി നക്ഷത്രക്കാരെ ചുറ്റിപ്പറ്റിയുണ്ട്. ആ ഒരു അവസരം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കായികമായ ശക്തി നിങ്ങൾക്ക് 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലായി കായികമായി ശക്തിയുള്ളത് നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ സ്ത്രീകൾ കൂടുതലായി സംസാരിക്കുന്ന ആളുകളാണ്. കൂടുതലായി സംസാരിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ മുതിർന്ന ആളുകൾക്കിടയിൽ വലിയ വാക്കുകൾ സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നതിൽ മാത്രമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകൾ കേൾക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകൾ കേൾക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുക, അതായത് പെട്ടെന്ന് കുറിക്ക് കൊള്ളുന്ന വാക്കുകൾ സംസാരിക്കുക, തർക്കുത്തരം പറയുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മുതിർന്നവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് മാത്രമാണ് സ്ത്രീകൾക്ക് ഒരു മനസ്സിന് ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആഘോഷവേളയിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്ന് പറയാനുള്ള കാര്യമാണ് പറയുന്നത്. ആഘോഷങ്ങളൊക്കെ വളരെ സന്തോഷകരമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങളുടെ കലാപരമായ കഴിവുകൾ വളരെ ഉയരും. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ മാക്സിമം ഷൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ്. പക്ഷേ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മുതിർന്ന അംഗങ്ങളും വളരെ പ്രായമായ ആളുകളും ഉണ്ടെങ്കിൽ അമിതമായി തമാശ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ആഘോഷവേളയുടെ മുഴുവൻ സന്തോഷം കെടുത്തുന്ന വാക്കുകളായിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് വരുന്നത്. നിങ്ങളുടെ സമപ്രായക്കാരോട് നിങ്ങൾക്ക് അവർ മാത്രമുള്ളൊരു കൂട്ടായ്മയാണെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് എന്ത് വാക്കും വിളിച്ച് പറയാം. ഏത് രീതിയിലുള്ള വാക്കുകളോ ഏത് അർത്ഥം വരുന്ന വാക്കുകളോ പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ. അപ്പോൾ അവിടെ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സമൂഹത്തിൽ ബന്ധുജന സമാഗമമൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രായം വളരെ കുറവാണെങ്കിൽ, നിങ്ങളുടെ പ്രായം വളരെ കുറവാണ്, അവിടെ ഒരു 50-60 കഴിഞ്ഞ ആളുകളാണ് ഇരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങൾ ചിലപ്പോൾ അർത്ഥത്തിൻ്റെ തലം നോക്കാതെ പറയുന്ന ഒരു വിപരീത അർത്ഥം, നാനാർത്ഥം വരുന്ന അല്ലെങ്കിൽ രണ്ടർത്ഥം വരുന്ന ഒരു വാക്ക്, ഒരു പക്ഷേ അതിൻ്റെ പദപ്രയോഗം മോശമായ രീതിയിലായിരിക്കും അതിൻ്റെ തമാശ ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ആ ഒരു ആഘോഷവേള വളരെയധികം ദുഃഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സമൂഹത്തിലുള്ള ആളുകളുടെ അടുത്ത് അല്പം വാചകം കുറച്ച് നിന്നിട്ട് സമപ്രായക്കാരുടെ അടുത്ത് ഏത് രീതിയിലും സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കുക. ഇത് പുരുഷന്മാർക്കും ബാധമാണ്, ഇത് 27 നക്ഷത്രക്കാർക്കും ബാധമാണ്. അമിതമായിട്ട് സംസാരിക്കുന്ന എല്ലാവരും ഇത്തരം വാക്കുകൾ കേൾക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇത് ആരെ ഇടിച്ചതാക്കാനല്ല, പുരുഷനോ സ്ത്രീയോ എന്നുള്ള വിവേചനം കാണിക്കാനും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊരു പൊതു സത്യമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രപ്പെട്ട എല്ലാവർക്കും വളരെ നല്ലൊരു ഓണക്കാലമാണ് വരുന്നത് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. രേവതി നക്ഷത്രപ്പെട്ട പുരുഷന്മാർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ എല്ലാം ആശംസകളും കാര്യങ്ങളും, അതുപോലെ സ്വന്തമായി അവർ ചെയ്യേണ്ട കുറേ പ്ലാനുകളൊക്കെ രേവതി നക്ഷത്രക്കാർ തയ്യാറാക്കിയിരിക്കും. ആ ഒരു പ്ലാൻ വെച്ചിട്ടാണ് രേവതി നക്ഷത്രപ്പെട്ട പുരുഷന്മാർ പോകുന്നത്. മാത്രമല്ല ഏതൊരു കാര്യത്തിലും രാജാവിനെ പോലെ നിലനിൽക്കാനുള്ള കഴിവ് രേവതി നക്ഷത്രത്തിനുണ്ട്. കാരണം വേറെ മൃഗം ആനയാണ്. തീർച്ചയായും വളരെയധികം തലയെടുപ്പോടുകൂടി നിൽക്കാനുള്ള കഴിവ് രേവതി നക്ഷത്ര പുരുഷന്മാർക്കുണ്ട്. സ്ത്രീകൾക്ക് നേരെ വിപരീതമാണ് കാര്യം. കാരണം ലളിതമായ രീതിയും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്വാർത്ഥമായ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കുറച്ച് മന്ദീഭാവനം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഘോഷവേളകളോട് അമിതമായി ആഘോഷിക്കുന്ന സ്വഭാവം രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കില്ല. പുരുഷന്മാർ വളരെ അമിതമായി ആഘോഷിക്കുമ്പോൾ സ്ത്രീകൾ അധികമായി ആഘോഷിക്കാറില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അവരവരുടെ കയ്യിലാണ് ആഘോഷത്തിൻ്റെ രീതി ഇരിക്കുന്നത്. ഓണം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായ രീതിയിൽ കടന്നു പോകും, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ആഘോഷം ഏത് ലെവലിൽ വേണമെന്നുള്ളത് രേവതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനും സ്ത്രീക്കും സ്വയം ഒരു തിരഞ്ഞെടുപ്പ് നടത്താവുന്നതാണ്. അതിനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കലാപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിലും പഴയ കലാപരമായ കാര്യങ്ങൾ ഉള്ളവരാണെങ്കിലും ഈ ഒരു കാര്യത്തിന് പബ്ലിസിറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാൻ പറ്റുന്ന, അതിന് അംഗീകാരം കിട്ടുന്ന സമയമാണ് ഈ ഓണക്കാലം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതിയാണ്. ഇവർ ഓണഫലമാണ് സംസാരിച്ച്. ഇതോടുകൂടി ഓണഫലങ്ങൾ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ് വിശാലത്തെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.